സാർ 2024 കേരള മിനിസ്റ്റർ പറഞ്ഞോ. സാർ, ഈ 2024 കേരള ധനകാര്യ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുക എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ ഉദ്ദേശം. അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. ഈ ബില്ലിനകത്തെ കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയും പൊതുരാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. സാർ, ഇതിനകത്ത് 1959 കേരള മുദ്രപത്ര ആക്ട്, 59 കോർട്ട് ഫീസും വ്യവഹാര സലയും ആക്ട്, 63 കേരള വിദ്യുച്ഛക്തി നികുതി ആക്ട്, 1976 കേരള മോട്ടോർ വാഹന നികുതി ആക്ട് എന്നീ നിയമങ്ങൾ ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊപ്പം GST രംഗത്ത് GST വന്നതിന് മുമ്പുള്ള 2017 വരെയുള്ള വിവിധ നിയമങ്ങളുണ്ട് സാർ. അതിനകത്ത് വർഷങ്ങളായി 10, 30, 40 വർഷമായി കിടക്കുന്ന പല കുടിശ്ശികകളുമുണ്ട്. ആ കുടിശ്ശികകൾ സംബന്ധിച്ച് നികുതി സംബന്ധിച്ചുള്ള വലിയ കുടിശ്ശികകൾ വ്യവസായിക ഇത് നൽകാനുള്ള വാണിജ്യ രംഗത്ത് നിന്നിരുന്ന ആളുകൾ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്ന പോലുമില്ല. പല രേഖകളിലുമുള്ള പണമൊന്നും ഇല്ല, ആളുകളില്ല. അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടൊരു ആംനസ്റ്റിയും കൂടി കൊണ്ടുവന്നാണ്. അതിനകത്ത് സർചാർജ് ആക്ട്, കേരള പൊതുവിൽപ്പന നികുതി ആക്ട്, കേരള ആഡംബര നികുതി ആക്ട്, ഇത് ചിലത് റദ്ദാക്കപ്പെട്ടതാണ് 76-ൽ. അതിൻ്റെയും കുടിശ്ശിക കിടപ്പുണ്ട്. 91 കാർഷിക ആദായ നികുതി ആക്ട്, 91 റദ്ദാക്കപ്പെട്ടത്. റദ്ദാക്കപ്പെട്ട 2003 കേരള മൂല്യവർദ്ധിത നികുതി ആക്ട് തുടങ്ങി വിവിധ നിയമങ്ങൾ വഴിയുള്ള കുടിശ്ശികകൾ എഴുതിത്തള്ളുന്നുണ്ട് സാർ. സാർ, ഇങ്ങനെ ഉള്ള ഈ കാര്യങ്ങളെല്ലാം കൂടി അടങ്ങുന്നതാണ് ഇതിനകത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, പ്രധാനമായും ഇതിനകത്ത് വരേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ ചർച്ചയിൽ വന്നില്ല. സാർ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ളത് 50,000 രൂപയ്ക്ക് താഴെയുള്ള അരിയർ നൽകാനുള്ള 22,000-ഓളം 22,667 കച്ചവടക്കാരുണ്ട് സാർ. 50,000 രൂപയ്ക്ക് താഴെ ഉള്ള, അതിനൊപ്പം അതിൻ്റെ പലിശയും പെനാൽറ്റി എല്ലാം കൂടി വരുമ്പോൾ കുറച്ചുകൂടി തുക വരും. അങ്ങനെയുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ ബാധ്യതയും എഴുതിത്തള്ളുന്നതാണ് ഈ ആംനസ്റ്റിയിലെ ഒന്നാമത്തെ ഭാഗം സാർ. 22,667 പേർക്ക് വർഷങ്ങളായി, ചില ആളുകൾ ജീവിച്ചിരിക്കുന്ന പോലുമില്ല, കിടക്കുന്ന ആ ബാധ്യത മുഴുവൻ ആംനസ്റ്റിയുടെ ഭാഗമായിട്ട് എഴുതിത്തള്ളും സാർ. ഈ GST വന്നതിന് മുമ്പ് ഉള്ള ഒരു ഘട്ടത്തിൽ പല സംസ്ഥാനങ്ങളും ഇത് ചെയ്യുന്നുണ്ട് സാർ. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് തുക വലുതല്ല, ഈ പറഞ്ഞ 50,000 താഴെ സാർ. അതുപോലെ 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള 21,436 പേരുണ്ട് സാർ. അവരുടെ ആ തുകയും എഴുതിത്തള്ളുന്നതിന് അതിന് പ്രത്യേക ശതമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം ആവർത്തിക്കുന്നില്ല. അവർ ആകെ നൽകേണ്ട തുകയുടെ ഒരു കാര്യമായ ഭാഗം തന്നെ എഴുതിത്തള്ളാവുന്ന, ബാക്കി പണം അടച്ചിട്ട് തീർക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കണ്ടീഷനുണ്ട്. അതുപോലെ 10 ലക്ഷം മുതൽ 1 കോടി വരെയും 1 കോടിക്ക് മുകളിലുമുണ്ട് സാർ. ഇതിനകത്ത് 50,000 രൂപയുടെ ആ മേഖലയിൽ ഞാൻ പറഞ്ഞു മുഴുവനും എഴുതിത്തള്ളുകയാണ്. രണ്ടാമത്തെ സ്ലാബായ 50,000 മുതൽ 10 ലക്ഷം വരെയുള്ള നികുതി കുടിശ്ശികൾക്ക് സാർ നികുതി തുകയുടെ 30% അടച്ചാൽ മതി സാർ. എന്ന് പറഞ്ഞാൽ അവർക്ക് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന ലീഗലായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് 30% അടച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കടവും തീരും. അവർക്ക് അതിൻ്റെ കൂടെ കുടിശ്ശികയും മറ്റു കാര്യങ്ങളും പെനാൽറ്റി ഒന്നും അടയ്ക്കേണ്ട. അവിടെയും ഏകദേശം 20,000-ഓളം പേർക്ക് ഇത് അവൈൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ നല്ല 21,436 പേരുണ്ട് സാർ. ഇത് കേരളത്തിലുള്ള ഏറ്റവും വലിയ ഒരു ആംനസ്റ്റി പദ്ധതിയാണ്. അങ്ങനെ രണ്ടാമത്തെ ആ സ്ലാബിൽ അങ്ങനെയാണ് സാർ. മൂന്നാമത്തെ സ്ലാബായ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള നികുതിയുള്ള കുടിശ്ശികക്കാർക്ക് 2 തരം പദ്ധതിയുണ്ട് സാർ. ഇതിനകത്ത് ഈ സ്ലാബിനകത്ത് ഇപ്പോൾ അപ്പീലിലുള്ള നിയമവ്യവഹാരത്തിലുള്ള കുടിശ്ശികകളുണ്ട്. അവർക്ക് നികുതിയുടെ 40% ഒടുക്കിയാൽ മതിയാവും. സ്ലാബിലില്ലാത്ത, അപ്പീലിലില്ലാത്ത, വ്യവഹാരമില്ലാത്ത ആളുകൾ 50% കൊടുക്കണം. നികുതിയുടെയാണ് സാർ. വ്യവഹാരമില്ലാത്ത ആളുകൾക്ക് എന്തുകൊണ്ട് 50%, വ്യവഹാരമുള്ളവർക്ക് എന്തോ 40%? വ്യവഹാരമുള്ളവർ കുറച്ച് പണം ഓൾറെഡി അടച്ചിട്ടുണ്ട് കോടതി ഫീസായിട്ട്. അതുകൊണ്ട് അതോടെ ചേർത്തിട്ട് ഈ 2 വിഭാഗത്തിലുമായിട്ടുള്ള ആളുകളാണ്. അവിടെയും വലിയ തോതിൽ ആളുകൾക്ക് ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് സാർ. പിന്നീടുള്ളത് 4ാമത്തെ സ്ലാബായ 1 കോടി രൂപയിലധികമുള്ളവരാണ്. അവിടെ
ഇത്രയും വലിയൊരു ഇളവല്ല സാർ ഉള്ളത്. ഈ സ്ലാബിൽ അപ്പീലിലെ നിയമവ്യവഹാരത്തിലുള്ള ആളുകൾക്ക് 70% ഒടുക്കിയാൽ മതിയാവും. അതിന് മുകളിലുള്ള വ്യവഹാരമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് 80% അടച്ചാൽ മതി. സാർ, ഇത് ടെക്നിക്കലായുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിലും വാണിജ്യ രംഗത്ത് ദീർഘകാലമായിട്ടുള്ള ഇങ്ങനെ കിടക്കുന്ന കടങ്ങൾ തീർക്കാൻ പറ്റും. സാർ, നേരത്തെ നമ്മൾ ചില ആംനസ്റ്റി നടത്തിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. 2019-20 നമുക്ക് നല്ലതുപോലെ ആംനസ്റ്റി പ്രശ്നം പരിഹരിക്കാനും അതുവഴി 164 കോടി രൂപ അന്ന് കളക്ട് ചെയ്ത് കിട്ടി. 2020-21 270 കോടി കിട്ടി. 21-22 137 കോടി കിട്ടി. കുറേയേറെ കേസുകൾ തീർക്കാൻ പറ്റി. അതിനുശേഷം 22-23 വന്നപ്പോൾ 66.9 കോടി രൂപ ഇങ്ങനെ കിട്ടി. അതെല്ലാം കൂടി 36,000 പേരുടെ കേസുകളിൽ അന്ന് ആംനസ്റ്റി വഴി നമുക്ക് പരിഹരിക്കാൻ പറ്റി. സാർ, ഇത് നമ്മുടെ സംസ്ഥാനത്തെ ആംനസ്റ്റി മാത്രമല്ല, ഇപ്പോൾ GST ആംനസ്റ്റിയുടെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ GST കൗൺസിലിൽ 2020 വരെയുള്ള ഡിമാൻഡുകൾക്ക് ആംനസ്റ്റി നൽകി. അത് ഇൻട്രസ്റ്റും പെനാൽറ്റിയും ഒഴിവാക്കി അവർ അടയ്ക്കാനുള്ള തുക അടയ്ക്കുക എന്നുള്ളതാണ്. സാർ, ഇങ്ങനെ മുൻകൂട്ടി പണം അടയ്ക്കുമ്പോൾ അതിനകത്ത് നേരത്തെ ഇവിടെ ഒരു സംശയം വന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയത് നടപ്പിലാക്കാൻ. സാർ, നടപ്പിലാക്കുമ്പോൾ ഇത് സമയബന്ധിതമായി ഇപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അന്നു മുതലാണ് ഇത് നടപ്പിൽ വരിക. അന്നു മുതൽ തന്നെ അടച്ചാൽ ഈ മുഴുവനും അളവ് കിട്ടും. അങ്ങോട്ട് താമസിച്ച് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഇൻട്രസ്റ്റും കൂടെ കൂടും. അതിനനുസരിച്ചൊരു കൃത്യമായ ടേബിൾ തയ്യാറാക്കി 18% വരത്തക്ക വിധത്തിലുള്ള പലിശ ഉണ്ടാക്കി അതുകൂടെ കൊടുക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് അടയ്ക്കാൻ വരുന്നതെങ്കിൽ അത്ര സമയത്തെ പലിശയും കൂടി അധികം വരും. ഇങ്ങനെ വ്യാപാരി സമൂഹത്തിന്, ടാക്സ് പേയേഴ്സിന് വലിയ ഒരു ഗുണമുണ്ടാകുന്നൊരു ആംനസ്റ്റി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സാർ, ഇതാണ് സാർ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട് പറയാൻ. പിന്നീട് ഈ 2-3 ആക്ടുകളുടെ കാര്യത്തിനകത്ത് സാർ ഈ കോർട്ട് ഫീസിൻ്റെയും വ്യവഹാരശാലയുടെയും കാര്യമുണ്ട്, വിദ്യുച്ഛക്തി ആക്ടിൻ്റെ ഉണ്ട്. വിദ്യുച്ഛക്തി ആക്ട് ഇവിടെ നേരത്തെ പറഞ്ഞു. സാർ, 63 ഈ നിയമം വരുന്ന സമയത്ത് 12 പൈസയിൽ കൂടുതലുള്ള 6 പൈസ എന്നാണ് കണക്ക്. 12 പൈസയുള്ള ആളുകൾ 6 പൈസ അന്ന് ജനറേഷൻ അടയ്ക്കണമായിരുന്നു. സാർ, നമ്മളിപ്പോൾ ആ പണം ചെറിയ തോതിൽ 10 പൈസ ആക്കിയിട്ടില്ല ഇത്രയും വർഷം കഴിഞ്ഞ്. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് പകുതിയൊന്നും അല്ല ആക്കിയത്. അത് 63 ശേഷം നമ്മൾ പുതുക്കിയിട്ടില്ല. സാർ, ഒരു വശത്തുകൂടി നമ്മൾ പറയുന്നത് കാലോചിതമായി കുറച്ചെങ്കിലും വരുമാനം ഉണ്ടാക്കണം. നമ്മളത് ചെയ്യുന്നേ ഇല്ല. വാസ്തവത്തിൽ ഇപ്പോൾ 10 പൈസ 6 പൈസ 10 പൈസ അല്ല 1963 ശേഷം ഇപ്പോൾ ചെയ്യേണ്ടത്. LDF ആയാലും UDF ആയാലും കാലോചിതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മളെന്തായാലും ഇപ്പോൾ അതിനകത്ത് ഒരു 6 പൈസ എന്നുള്ളത് 10 പൈസ ഇത്രയും 60 വർഷത്തിന് ശേഷം ഒരു ചെറിയ വ്യത്യാസം വരുത്തി. സാർ, ജനറേഷൻ്റെ കാര്യത്തിൽ 1 പൈസ 1.2 പൈസ എന്നുള്ളത് 15 പൈസയാക്കി. അതിനകത്ത് സോളാർ സംബന്ധിച്ചൊരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചു ഇവിടെ വന്നിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു. സോളാർ സംബന്ധിച്ച് ഞങ്ങൾ സബ്ജക്റ്റ് കമ്മിറ്റി കൂടുമ്പോൾ ആ കാര്യം പരിശോധിക്കാം. സോളാറിന് ആ ജനറേഷൻ ചാർജ് വരണ്ട. കാരണം പരിസ്ഥിതി സൗഹൃദമായി സോളാറിൻ്റെ പവറിനെ നമ്മൾ കാണണം എന്നുള്ളത് കൊണ്ട് സോളാറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ വർധന വരാതെ സോളാറിനെ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് സമീപനം. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ടെക്നിക്കലി അതിനകത്തൊരു ചെറിയ കറക്ഷൻ വേണ്ടി വരും. നമുക്കത് കറക്റ്റ് ചെയ്യാം. സാർ, സോളാറിൻ്റെ കാര്യത്തിൽ ആ കാര്യം വരും. സാർ, പിന്നീട് മോട്ടോർ വാഹന നികുതി ആക്ടിനകത്ത് അമെൻമെൻറ്റ് വന്നത് കേരളത്തിലെ ബസ്സുകളുടെയും ബസ് വ്യവസായത്തിൽ നിൽക്കുന്നവരെയും ബസ് തൊഴിലാളികളെ സഹായിക്കാനാണ്. കാരണം കേരളത്തിൽ വലിയ ടാക്സ് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി പറഞ്ഞു, നാഗാലാൻഡിലൊക്കെ ചെറിയൊരു തുക രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ കിടന്ന് ഓടുകയാണ്. വാസ്തവത്തിൽ നാഗാലാൻഡിൽ പോയിട്ടേ ഇല്ല വണ്ടി, പക്ഷേ രജിസ്റ്റർ ചെയ്യുന്നത് അവിടുത്തെ പേരിലാണ്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന നിലയിലാണ് കൊണ്ടുവന്നത്. അതിനകത്തും ചില കാര്യങ്ങളിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു, അത് ചൂണ്ടിക്കാണിച്ചത് നമുക്ക് കറക്റ്റ് ചെയ്യാം. സാർ, പിന്നീട് കോർട്ട് ഫീസും വ്യവഹാരശാലയും സംബന്ധിച്ച് സാർ, അത് സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, ഈ സർക്കാർ ഇങ്ങനൊരു നിയമം നടപ്പിലാക്കുമ്പോൾ ഫീസ് വലിയ തോതിലുള്ള ഫീസ് വർദ്ധിപ്പിച്ചെന്നല്ല, 50 രൂപ എന്നുള്ളത് 200 രൂപയാവുന്നുണ്ട്. അതല്ലാതെ ഒരു ടേബിൾ വരുന്നുണ്ട്, 5 ലക്ഷം രൂപ വരെയുള്ളവർക്ക് 0.5%, അതിനു മുകളിലുള്ള കുടുംബ കോടതി ഫീസിന് 2 ലക്ഷം വരെ, 2 കോടി വരുന്ന ആൾക്ക് 2 ലക്ഷം വരുമെന്നാണ്. എങ്കിൽ പോലും അത് സംബന്ധിച്ച് ചില വിമർശനങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ചില പ്രശ്നങ്ങളും കുടുംബ കോടതിയുടെ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് കമ്മിറ്റി കൂടുമ്പോഴും ഇതൊരു ടെക്നിക്കൽ കമ്മിറ്റിയാണ്. നമ്മളൊരു പ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത അംഗങ്ങൾ, ഇത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ദുർബലരായ സ്ത്രീകളാണ്, ഈ വിവാഹമോചിതരായത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടാകണം. എനിക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഇല്ല. സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമെന്ന നിലയിലും അല്ല നമ്മൾ കാണുന്നത്. കുടുംബ കോടതി സംബന്ധിച്ച് വന്നു. ഞാൻ പറഞ്ഞ അതിനൊരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അതുപോലെ ടെക്നിക്കൽ എക്സ്പെർട്സും ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അതിൻ്റെ കാര്യത്തിനകത്ത് നിലപാടെടുക്കാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ കുടുംബ കോടതി സംബന്ധിച്ച് സംഘം പറഞ്ഞോ? സാർ, ചെക്ക് കേസിൻ്റെ കാര്യം ഇവിടെ വന്ന ആ 2 കാര്യത്തിലും ആ കമ്മിറ്റിയുടെ ശ്രദ്ധപ്പെടുത്താം. ഞങ്ങൾ ആ ഒരു കമ്മിറ്റിയുണ്ട്, നമുക്കതും
ഈ ബില്ല് വരുമ്പോഴേക്കും ആ കാര്യങ്ങളിൽ ശ്രദ്ധപ്പെടുത്താം. സാർ, രണ്ട് തരത്തിലെടുക്കണം സാർ. ഒന്ന്, ഈ കുടുംബ കോടതിയിലെ കേസിനകത്ത് ഒരു ഫീസും വേണ്ടെന്നും കാലോചിതമായ ഒരു വർധനയും വേണ്ടെന്നല്ല, അത് സ്റ്റാമ്പ് മേടിക്കാൻ ഒരു 10 രൂപയായിരുന്നു വണ്ടി, ഇപ്പോൾ 10 രൂപ മതി, അല്ലെങ്കിൽ 50 രൂപയായിരുന്നു 50 രൂപ മതി എന്നുള്ള കാര്യത്തിനോട് ഞാൻ അതിനകത്ത് വരുന്ന ഒരു വലിയ പണത്തിൻ്റെ വരുമാനം വെച്ചിട്ടല്ല. 63-ലോ 70-ലോ, ഇത് 63-ലല്ല 84-ലാണ്, ഒന്നും ഒരു ചാർജ് പോലും വർദ്ധിപ്പിക്കേണ്ട എന്നുള്ള സമീപനം നമുക്ക് പൊതുവിലെടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ പറഞ്ഞ പ്രശ്നം കുടുംബ കോടതികളുടെ പ്രശ്നത്തിലുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കാര്യത്തിനകത്താണെങ്കിൽ കോടതി പോവുകയാണെങ്കിൽ അവിടെ ഫീസ് കൊടുക്കണം. ഇതുപോലെ പല മേഖലയിലുണ്ട്. ആർബിട്രേഷന് ഉള്ള കേസുകൾ, അതുപോലെ തന്നെ ഈ മറ്റ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിനുള്ള പല സംവിധാനങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ മൈക്ക് ചെയറിനോട് ചോദിക്കാതെ തരില്ല. അല്ല, നിങ്ങൾ നമ്മൾ ഡയറക്റ്റ് അങ്ങ് വർത്താനം പറയണ്ടായിരിക്കും. യെസ്, കൊടുക്ക് കൊടുത്തോ. യെസ് മൈക്ക് വന്നില്ല. ഈ സർ, കുടുംബക്കോടതിയുടെ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞത് ഏറെ സ്വാഗതാർഹമാണ്. ഏറ്റവും ദുർബല വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ, ഈ ഡിവോഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസുകളാകുമ്പോൾ നല്ല കാര്യം തന്നെ. അതേപോലെ തന്നെ ഈ ചെക്ക് കേസിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ചെക്ക് നൽകി പറ്റിക്കപ്പെട്ടവരാണ് ഈ കോടതിയെ സമീപിക്കുന്നത്. ഞങ്ങൾക്ക് എത്ര റുപ്യക്ക് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, ആ ചെക്ക് പ്രകാരമുള്ള സംഖ്യ വസൂലാക്കി കിട്ടാൻ അയാൾ വലിയ സംഖ്യ കോർട്ട് ഫീ കൊടുക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, അയാളെ പറ്റിച്ചയാൾക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കാനാണ് ഈ ഫീസ് കെട്ടണമെന്ന് പറയണത്. ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ കോർട്ട് ഫീ കെട്ടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതും ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം കൂടി പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ് മിനിസ്റ്റർ. എന്തായാലും നമ്മൾ ഇത് സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റിയും വിശദമായിട്ട് ചർച്ച ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റി വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ട് തരത്തിലുള്ള കേസുകളാണെന്നുള്ളത് കാണണം. അതുകൊണ്ട് വിശദമായിട്ട് ആ കമ്മിറ്റി ചർച്ച ചെയ്യാം. നമ്മൾ പിന്നെ ബില്ല് പാസ്സാക്കാനായിട്ട് ഇവിടെ വരുമ്പോൾ വീണ്ടും അതിന് കാര്യം എടുക്കാം. അതുകൊണ്ട് ഇതിനകത്ത് വളരെ വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻ്ററിം റിപ്പോർട്ടാണ് ഈ ജസ്റ്റിസ് മോഹൻ കമ്മീഷൻ്റെ വന്നത്. മോഹൻ കമ്മീഷൻ അദ്ദേഹവും ആ കമ്മിറ്റിയും വീണ്ടും പരിശോധിച്ച് വർഷങ്ങളായി 10, 50, 60 വർഷമായി നിൽക്കുന്ന കോടതി ഫീസുകളുണ്ട്. ഈ പറഞ്ഞ കേസുകൾ മാത്രമല്ല, നമ്മൾ ജുഡീഷ്യറി രംഗത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ പറയുന്നുണ്ട്, ധാരാളം മേഖലകളിൽ ഇങ്ങനെ കാലോചിതമായിട്ട് പരിഷ്കരിക്കാത്ത കാര്യമുണ്ട്. അത്തരം കാര്യങ്ങളുടെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് വന്നത്. അത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സബ്ജക്ട് കമ്മിറ്റി കൂടി ചർച്ച ചെയ്യാം. എന്തായാലും ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ മറ്റൊന്നും വലിയൊരു ഫീസിൻ്റെ വർധനയല്ല സർ വന്നിട്ടുള്ളത്. അങ്ങനെ വലിയ ഫീസ് വർധന വന്നിട്ടില്ല. അതിനകത്ത് ചില പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പരിശോധിക്കുന്നതിന് കുഴപ്പമില്ല. വീണ്ടും നമ്മൾ ഈ ബില്ലുമായിട്ട് ഇവിടെ വരുന്നുണ്ടല്ലോ, അതിനകത്ത് വലിയ ഒരു ബാധ്യത വരുന്ന തരത്തിലേക്ക് വന്നിട്ടില്ല സർ. പിന്നീട് സർ, ഇതാണ് പൊതുവിലുള്ള കാര്യങ്ങളെങ്കിലും ഇവിടെ ചർച്ച ചെയ്ത് വരുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും വീണ്ടും ചർച്ച ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇത്തരം ചർച്ചകളുടെ സ്വഭാവമാണല്ലോ സർ. ഇതിനകത്ത് ആദ്യമേ സാമ്പത്തിക സ്ഥിതി തുടങ്ങി അവസാനം രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പ്രസംഗത്തിൻ്റെ പ്രഭാവത്തെപ്പറ്റി സംസാരിച്ച് സംസ്ഥാനത്തെ ആകെ ഇടതുപക്ഷത്തിനെ മോശമാവുന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് സാർ നടന്നത്. സാറ് സംസ്ഥാനത്ത് നേരത്തെ എന്താ സാർ എന്തൊക്കെയാണ് സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി സംസ്ഥാനത്തെപ്പറ്റി പറയുന്നത്? ഇത് കേട്ടാൽ തോന്നും ഇത്രയും മോശമായ ഒരു സംസ്ഥാനമില്ല. ഇവിടുത്തെ മനുഷ്യന് ജീവിക്കാൻ വയ്യ, മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല, കഞ്ഞി കുടിക്കാൻ കിട്ടുന്നില്ല, ഒരാൾക്കും ഒരു വിദ്യാഭ്യാസ ആരോഗ്യം ഒന്നും കിട്ടുന്നില്ല. സാർ, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് സാർ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും ഇടതുപക്ഷ BJP ഭരിക്കുന്ന സമയത്തും നീതി ആയോഗും നേരത്തെ പ്ലാനിംഗ് കമ്മീഷനും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ LDF ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിന് ഇപ്പോൾ ഭരിക്കുന്ന കേരളത്തിന് എന്നും നമുക്ക് പല മേഖലകളിലും നേട്ടങ്ങളുടെ അവാർഡുകളൊന്നും തരുന്നത് സാർ? അത് നേരത്തെയുള്ള UPA ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ നിന്ന് 5, 8, 9 മന്ത്രിമാരുണ്ടായിരുന്ന ആ UPA ഗവൺമെൻറ് കാലത്തും ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടുന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോഴല്ലേ സാർ? ഇപ്പോൾ കിട്ടിയത് നീതി ആയോഗ് പോലുള്ള സംവിധാനങ്ങൾ വന്നിട്ട് എല്ലാ മേഖലകളിലും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കരുത് സാർ. ഈ ഗവൺമെൻറ് വന്നുടനെ എന്തായിരുന്നു കേരളത്തിലെ കോലാഹലം? ഇന്ത്യയിലാകെ, കേരളം മാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖ പത്രപ്രവർത്തകർ ചോദിച്ചു സാർ, കേരളം ശ്രീലങ്കയാവും എന്ന് കേരളത്തിലെ പ്രതിപക്ഷം. അതിനടിസ്ഥാനത്തിൽ ഡൽഹി ഉൾപ്പെടെ സംസാരം, കേരളം ശ്രീലങ്കയാവും. ശ്രീലങ്ക ആ സമയത്ത് സാമ്പത്തികമായി തകർന്നല്ലോ. ശ്രീലങ്ക പോലെ ഇത് കേരളം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിനെ അങ്ങനെ ഒരു രാജ്യം പോലെ അല്ല, എല്ലാ നിയന്ത്രണത്തിനകത്തു നിന്ന് ചെയ്യുന്നതാണ്. പക്ഷേ എന്താ ഇവർക്ക് വിഷമമുണ്ടായത് സാർ? ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പം ആകെ കുത്തഴിഞ്ഞ് കിടന്നിരുന്നൊരു സാമ്പത്തിക സ്ഥിതിയിൽ 18 മാസക്കാലത്തിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം തർക്കം പറയുന്നത് കേട്ടു. ഞാൻ അതിനകത്ത് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ സാർ. കണക്കും അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നമുക്ക് വേറെ നോക്കാം. എന്തായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ദീർഘകാലം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. 96 മാസം കൊണ്ട് 108 മാസത്തെ പെൻഷൻ കൊടുത്തു എന്നുള്ള കണക്കുണ്ടല്ലോ ഇവിടെ.
സാർ 5 മാസം കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ, കൂട്ടി നോക്ക്. ഇതിൽ നിന്ന് എന്നിട്ട് സിമ്പിൾ അരിത്തമാറ്റിക്സ് അല്ലേ, 113 നിന്ന് കുറച്ചാൽ മതി. സാർ ഇത്രയും കുടിശ്ശിക ഉണ്ടായിരുന്നു, ആ അക്കൗണ്ട് പണത്തിൽ നിന്ന് പോയതാണല്ലോ. അന്ന് ആളുകൾ മേടിക്കുന്ന 10,000 20,000 പണം മേടിച്ച് നിൽക്കുന്നത് 10,000 20,000 30,000 മേടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ വന്നതല്ലേ. 1-2 മാസം കുറച്ച് കിട്ടിയാൽ ഈ കണക്ക് കുറഞ്ഞു കിട്ടുമെന്നാണ്. ഞങ്ങൾക്ക് എന്താ ഇതിനകത്ത് കള്ളം പറയേണ്ട കാര്യം? അന്ന് അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഓരോ മേഖലയിലും വ്യത്യാസം വരുത്തി എല്ലാ മേഖലയിലും വന്നു. ആദ്യത്തെ 2-3 വർഷം നല്ലതുപോലെ ആ ഗവൺമെൻറ്റും ബുദ്ധിമുട്ടിയിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അവിടുന്ന് അത് മറികടന്ന് വരാനായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തു. വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ BJP ഗവൺമെൻറ് ആ സമയത്തേക്ക് അധികാരത്തിൽ വന്നു. അവർ അങ്ങേറ്റം ശ്വാസം മുട്ടിച്ച് അവർ ശമ്പളവും ആനുകൂല്യം കൊടുക്കാതിരിക്കുന്ന തരത്തിലേക്ക് ഒന്നാം ഗവൺമെൻറ്റിനെ ബുദ്ധിമുട്ടിച്ചു. അവിടെയാണ് കിഫ്ബി ഉണ്ടായത്, പെൻഷൻ കമ്പനി ഉണ്ടായത്. കൃത്യമായി മാസം തോറും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംവിധാനം വന്നത് ഏറ്റവും അവസാനത്തെ വർഷം. അതിനു മുമ്പ് 3 പ്രാവശ്യമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. സാർ അവിടെ വന്നു, ഈ കാര്യങ്ങൾ വന്നു. ശമ്പള പരിഷ്കരണം കൊടുത്തു, അതിനു മുമ്പ് ആനുകൂല്യം കൊടുത്തു. ശമ്പള പരിഷ്കരണം കൊടുത്തത് ഏപ്രിൽ 1 മുതൽ ഈ രണ്ടാം പിണറായി സർക്കാർ വരുന്ന അതിന് മുമ്പുള്ള ഇലക്ഷൻ സമയത്ത് സാർ നല്ല ശമ്പള പരിഷ്കരണം കൊടുത്തു. ഇന്ത്യയിൽ എവിടെയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയില്ല. അതിനുശേഷം ഒരൊറ്റ സംസ്ഥാനത്തെ ശമ്പള പരിഷ്കരണം, അതിനുശേഷവും കോവിഡ് കഴിഞ്ഞിട്ട് അത് ആന്ധ്രയിലാണ് സാർ. ബാക്കി എവിടെയും അങ്ങനെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയില്ല. അപ്പോൾ ശമ്പള പരിഷ്കരണം കൊടുത്തു. അന്ന് വരെ ഉണ്ടായിരുന്ന DA മുഴുവൻ 2021 ഏപ്രിൽ മുതൽ നമ്മുടെ കണക്കിൽ ചേർത്തു, PF ക്രെഡിറ്റ് ചെയ്തു. സാമൂഹ്യക്ഷേമ പെൻഷൻ നല്ലതുപോലെ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 1,38,000 കോടി ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ 1,63,000 കോടിയായി. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, പറഞ്ഞു ഇത് ശ്രീലങ്ക ആവാൻ പോവുക. സാർ 3 വർഷമായില്ല സാർ, ഒരു ശ്രീലങ്ക ആയില്ലല്ലോ. ഈ പറഞ്ഞ ഇത്രയ്ക്കധികം വന്ന പണമെല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ഈ സംസ്ഥാനം നിൽക്കുകയല്ലേ. ശ്രീലങ്ക ആകുമെന്നുള്ള പ്രചാരണം ഇപ്പോൾ ഓരോ ദിവസം പറയും. ഇപ്പോൾ എന്താ പറഞ്ഞ് കേരളത്തിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലേക്കാണ്. ആരെങ്കിലും സാധനം കൊടുക്കുകയാണെങ്കിൽ ആരും സാധനം കൊടുക്കല്ലേ. സപ്ലൈകോ സാധനം കൊടുക്കുകയാണെങ്കിൽ, മരുന്ന് കമ്പനി സാധനം കൊടുക്കുകയാണെങ്കിൽ, ട്രാൻസ്പോർട്ട് ബസ് മേടിക്കാനാണെങ്കിൽ, ജീപ്പ് മേടിക്കാനാണെങ്കിൽ ഒന്നും പണം കൊടുക്കരുത് എന്ന് പറയുക. ഇങ്ങനെയുണ്ടോ ഒരു സ്റ്റേറ്റ്? ഇരിക്കുന്ന സ്ഥലത്തെ പറ്റി, സ്വന്തം നാടിനെ പറ്റി ഇങ്ങനെ നാറ്റിക്കാവോ? അങ്ങനത്തെ അവസ്ഥയാണോ സാർ? ഞാനിത് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല സാർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം GST കൗൺസിലിന് പോകുമ്പോഴൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം GST കൗൺസിൽ പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റ് കർണാടകത്തിനാണ്. കർണാടകത്തിൽ കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ ഗവൺമെൻറ്. ഞങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ്റുകൾ ഒക്കെ പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രശ്നമാണ്. അവിടെ ഈ പ്രശ്നമൊന്നും ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം പറയുന്നുണ്ട്. ഇവിടെ അത് പറയും. കാരണം സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം നേരെ പകുതിയായി വെട്ടിക്കുറച്ചില്ലേ സാർ? സാർ കേരളത്തിന് ആകെ ചെലവാകുന്ന ഈ വർഷത്തെ ബഡ്ജറ്റ് പ്രകാരം ചെലവാകുന്ന പണത്തിൻ്റെ 79% കേരളം തന്നെത്താനെ കണ്ടെത്തണം സാർ. എന്ന് പറഞ്ഞാൽ സെൻട്രിൽ നിന്ന് ഇവിടുന്ന് പിരിക്കുന്ന പണത്തിൻ്റെ ഭാഗം കിട്ടത്തില്ല. ഇത് ഞാൻ പറയുന്നതല്ല, സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന് പറയുന്ന റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ചുള്ള കണക്കാണ് ഞാൻ പറയുന്നത് സാർ. ബീഹാറിന് 70% വരെ, ഞാനൊരു സംസ്ഥാനത്തിനോട് ഇതല്ല, പക്ഷേ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് പറയുന്നത് ആകെ എക്സ്പെൻഡിച്ചറിൻ്റെ 70% വരെ പലതരത്തിൽ കിട്ടുകയാണ്. UPക്ക് 50% കിട്ടുകയാണ് സാർ. കേരളത്തിന് എന്താ സാർ 21% കിട്ടാൻ അവകാശമുള്ളൂ? ഈ കാര്യം പറയുമ്പോൾ കേരളത്തിന് തൻ്റെ ഇടത്തോടെ 2 കാലിൽ നിന്ന് നടക്കാൻ പറ്റാത്തില്ല എന്നല്ല. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ തകർന്നിട്ടില്ല. ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്താലും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീമതി നിർമ്മല സീതാരാമന് കൊടുത്ത കണക്കനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാം സാർ. സാർ നമ്മുടെ ഓൺ ടാക്സ് റവന്യൂവിനകത്ത് 47,660 നിന്ന് 74,258 കോടിയായിട്ട് വർദ്ധിച്ചു. 55.8% വർധന. ഇന്ത്യൻ ശരാശരി ഇതിനേക്കാളും വളരെ കുറവാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലും ഏറ്റവും നല്ല വർധന നമുക്കുണ്ടായി സാർ. സാർ നോൺ ടാക്സ് റവന്യൂ 7,327 കോടിയിൽ നിന്ന് 16,318 കോടിയായി വർദ്ധിച്ചു. 122.7% വർധന ഈ 3 വർഷം കൊണ്ടാണ്. സാർ റവന്യൂ ഡെഫിസിറ്റ് ഏറ്റവും എപ്പോഴും റവന്യൂ ഡെഫിസിറ്റ് ആണല്ലോ പറയുന്നൊരു പോയിന്റ്. സാർ റവന്യൂ ഡെഫിസിറ്റിനകത്ത് കേരളത്തിന് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറഞ്ഞു. അവിടെ 13.5% റവന്യൂ ഡെഫിസിറ്റ് കുറഞ്ഞു. 20,063 നിന്നും 17,348. സാർ അതുപോലെ റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഈ കാര്യത്തിലെ കുറവ് പോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ ഇതിനകത്ത് പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റ് വാസ് 2.6% ഓഫ് ദ GSDP in 2020-21 and declined as low as 1.48% ഓഫ് ദി GSDP in 2023-24. സാർ 2020-21 2.6%-ൽ നിന്ന് ഇത്രയും കുറഞ്ഞു. അത് ഇന്ത്യയിലെ ശരാശരിയിൽ വളരെ മെച്ചപ്പെട്ട തരത്തിലാണ് സാർ. ഫിസ്ക്കൽ ഡെഫിസിറ്റിലും ഇതേപോലെ തന്നെ വലിയ കുറവാണ് ഉണ്ടായത്. 6.3% കുറഞ്ഞു സാർ.
സാർ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കോവിഡിൻ്റെ രൂക്ഷമായ പ്രശ്നങ്ങളുള്ളതിൻ്റെ തൊട്ടു പിന്നാലെ ധനക്കമ്മി 4.56% സാർ GSDP 2020-21. സാർ, അതിപ്പോൾ ഈ വർഷം തൊട്ട് മുമ്പ് പറഞ്ഞ വർഷം 2.81 ഉള്ളൂ. നമുക്ക് 3.5% എടുക്കാൻ സമയം അനുവാദം ഉള്ളപ്പോഴാണ് സാർ 2.8% എടുക്കാൻ സമ്മതിച്ചുള്ളൂ. തൊട്ട് മുമ്പത്തെ വർഷം 3.5% എടുക്കാൻ സമ്മതിക്കേണ്ട സമയത്ത് 2.44% എടുക്കാൻ സമ്മതിച്ചുള്ളൂ. സാർ, ആ 2.44%-ന് പകരം 3.5% എടുക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ 16,000 കോടി രൂപ ആ വർഷം അധികം കിട്ടിയേനെ. ഇത് കേന്ദ്ര ധനകാര്യമന്ത്രി കൊടുത്താണ്. ഞങ്ങളിങ്ങനെ ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ്റെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ആദ്യം ഞങ്ങൾ ഈ ഗവൺമെൻറ് ചുമതലയെടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുമ്പോൾ അപ്പുറത്തൊന്നും സംസാരിക്കാറുണ്ടല്ലോ. കേരളത്തിൽ കടക്കണിയിലാക്കി എന്നിട്ട് അന്ന് പറഞ്ഞു 39% GSDP-യുടെ 39% കടമാണ് കേരളത്തിൽ. ശരിയാണ്, 2020-21 ആകെ കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 38.47% ആകെ കടമുണ്ടായിരുന്നു. അതെല്ലാ സംസ്ഥാനത്തിനും ഉണ്ട് സാർ. അത് കുറഞ്ഞു വന്ന് 35.92 2020-21 34.62 സാർ. ഇപ്പോൾ 33% സാർ. ഇത് 15th ഫിനാൻസ് കമ്മീഷൻ പറയുന്ന യാഡ്സ്റ്റിക്കിനേക്കാളും കുറവാണ്. ഇത് ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞ ദിവസം മന്ത്രിയെ കണ്ടു. GST കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം കേന്ദ്രമന്ത്രിയെ പോയി കണ്ടിട്ട് പറഞ്ഞു, നമ്മൾ ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ്റെ കാര്യത്തിൽ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്ന നിലയിൽ പാർലമെൻറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ മെച്ചം ഉണ്ടായിട്ടുണ്ട്. സാർ, ഇങ്ങനൊരു സ്ഥിതി വരുമ്പോൾ അപ്പോൾ ഇത് കാണിക്കുന്നൊരു കാര്യമുണ്ട്. ശ്രീലങ്കയൊന്നും ആയിട്ടില്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ കൂട്ടൊന്നും ആയിട്ടില്ല, ഇത്രയും കടം നിൽക്കുകയാണ്. പക്ഷേ 2.8 എന്ന് പറഞ്ഞാൽ സാർ, 2.8 3.5 കിട്ടേണ്ട സമയത്ത് 2.8 കിട്ടുന്ന 0.7%. എത്രയാ? 11,50,000 കോടിയാണ് നമ്മുടെ GSDP. 11,50,000-ന്റെ 0.7% എന്ന് പറഞ്ഞാൽ എത്രയാ? ഏകദേശം 10,000 കോടി കിട്ടേണ്ടത് ഈ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല. സാർ, ഇതാണ് സാർ പ്രശ്നം. ഇത് പറയണ്ടേ? ഇത് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് വരെ പലതും പറയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഈ കേരളത്തിന് ഈ കാര്യം കിട്ടേണ്ടതാണ് എന്നുള്ളത് നല്ല പറയാനല്ല. ഇവിടെ കൊടുക്കുന്നില്ല, അവിടെ കൊടുക്കുന്നില്ല. എത്ര കാര്യങ്ങളാണ്, ഏതാ ഇവിടെ കൊടുക്കാനുള്ളത്? ഞങ്ങൾ തുറന്നുള്ള കാര്യം പറഞ്ഞു. പെൻഷൻ്റെ കാര്യത്തിൽ, സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ 5 ഗഡുവുണ്ട്, അതിപ്പോൾ കൊടുത്തു തീർക്കുമെന്നും പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാനും ഈ വേദിയിലും പറഞ്ഞാണ്, പുറത്തും പറഞ്ഞാണ്, ഞങ്ങൾ കൊടുക്കും. ഞങ്ങളത് പ്രയോറിറ്റി തന്നെ കൊടുത്താൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ സാർ, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നു സാർ. അന്നാണല്ലോ സുപ്രീം കോടതി കേസ് കിടന്നത്. സാർ, സുപ്രീം കോടതി കേസ് കൊടുത്തതിൻ്റെ പേരിൽ പറഞ്ഞു, കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ച് വന്നാൽ ഈ പൈസ തരാമെന്നല്ലേ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്? നിങ്ങളൊരക്ഷരം മിണ്ടിയോ? ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതി പിൻവലിച്ചാൽ തരാമെന്ന് പറയുന്ന ജന്മിമാരുടെ മാനസികാവസ്ഥയെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ഒരക്ഷരം പറഞ്ഞോ കേരളത്തിലെ പ്രതിപക്ഷം? ഞങ്ങൾ പറഞ്ഞല്ലോ ഡൽഹി സമരം ചെയ്യാൻ പോകാമെന്ന്. ഞങ്ങൾ പോകുന്ന സമരത്തിൻ്റെ തലേ ദിവസം കർണാടകത്തിൽ നിന്ന് വന്നു. നിങ്ങൾ വന്നില്ല. നിങ്ങൾ തെരഞ്ഞെടുപ്പിനകത്ത് കുറേയേറെ നുണ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കാണും ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന്. ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ ആ ഫെബ്രുവരി മാസത്തെ ഉണ്ടാക്കിയത്. പ്രതിപക്ഷമായിട്ട് കൂടിയാലോചിച്ച് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിച്ചിട്ടില്ലേ സമരത്തിന് തീരുമാനിച്ചത്? ഞങ്ങളവിടെ പോയി തിരിച്ചു വന്നു. അവസാനം സുപ്രീം കോടതി പറഞ്ഞു, ഒരു കേസ് കൊടുക്കുക എന്നുള്ളത് സാമാന്യ മര്യാദ, ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ്റെ, ഒരു ഗവൺമെൻറ് മാത്രമല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. ആ ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി കേസിന് പോയി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് പണം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് 13,000 കോടി രൂപ തരാനുള്ളത് അന്ന് തന്നെ മാർച്ച് മാസത്തിൽ. ആ ദിവസങ്ങളിലുണ്ടായ പ്രശ്നമുണ്ടല്ലോ, ഒരു പണവും എടുക്കാനില്ല, തരാനുള്ള പൈസ കിട്ടണമെന്ന് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ശമ്പളം മുടങ്ങിയാൽ കേരളത്തിലെ ഈ ഇലക്ഷന് നല്ല സുഖമാകുമല്ലോ. അതാണ് അവരുദ്ദേശിച്ചത്. ഫലത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് അതാ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലാണ്. അതാണ് BJP ആയിട്ടുള്ള അണ്ടർലൈങ് ആയിട്ടുള്ള കറണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇവിടെ പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി അവിടെ എന്ത് പ്രസംഗിച്ചില്ല എന്നുള്ളതൊക്കെ ആൾക്കറിയാം. ഞങ്ങൾ ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ബ്ലോക്കിനെ പിന്തുണയ്ക്കുന്നവരാ. ഞങ്ങൾക്ക് പറയാൻ മടിയൊന്നുമില്ല. അത് ഞങ്ങൾക്കും കൂടി സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം വളരെ വിശദമായി മുഖ്യമന്ത്രി ഇവിടെ സംസാരിച്ചല്ലോ. രാജസ്ഥാനിൽ അവിടെ ആമ്രാറാം എന്ന് പറയുന്ന MP ജയിച്ച സീറ്റിൽ അവിടെ തനതായിട്ട് അവിടുത്തെ അസംബ്ലി സീറ്റുകളിൽ 2-2.5 ലക്ഷം വോട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് കിട്ടിയതാണ്. അതുകൊണ്ടാണ് അവിടെ പിന്തുണച്ചത് കോൺഗ്രസ്. അവിടെ അതുകൊണ്ട് കോൺഗ്രസിന് 3-4 സീറ്റ് കിട്ടി. ഇപ്പം അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ രാജസ്ഥാനിൽ അങ്ങനെയാണ്. അതിനകത്ത് രാജസ്ഥാനെ പറ്റിയൊക്കെ കുറച്ച് അറിയാവുന്ന ആളുകൾ കാണുമല്ലോ, കുറച്ച് ഡൽഹിയിലൊക്കെ നിന്നവർ. അല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിയാൽ മതി, അതിന് മുമ്പത്തെ കണക്ക് നോക്കിയാൽ മതി, അപ്പോൾ അവിടെ നല്ല സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ പിന്തുണച്ചത്. ഒരു കാര്യം കൂടി പറയാം സാർ, ഒരു കാര്യം കൂടി പറയാം. രാഷ്ട്രീയ വിലയിരുത്തൽ ഞങ്ങൾക്ക് കേരളത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കേരളത്തിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ജനങ്ങളോടൊന്നും വിരോധം കാണിക്കുന്നവരൊന്നുമല്ല.
ജനങ്ങൾക്ക് ആ സമയത്ത് വന്ന അസസ്മെൻറ്റിനകത്ത് കേരളത്തിൽ അങ്ങനെ വന്നു. ഞങ്ങൾക്ക് നേരത്തെ അങ്ങനെ പരാജയം വന്നിട്ടുണ്ട്. പക്ഷേ പരാജയം വന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് ഒപ്പം നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വല്ല കുറവും വരുത്തും സാർ? ഞങ്ങളോട് പറയുന്നത് കാര്യങ്ങൾ കേൾക്കാതിരിക്കുമോ? നേരത്തെയും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരല്ലേ സാർ? ഒരു കാര്യം പറയാം, ഈ ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിക്കും മറ്റുള്ളവർക്കും നിൽക്കേണ്ടി വരുമായിരുന്നില്ല. നേരത്തെ തൻ്റെ ഇടത്തോടെ കർഷക സമരം പോലുള്ള സമരങ്ങളിൽ പങ്കാളികളായിരുന്നെങ്കിൽ സാർ, ഇടതുപക്ഷം അല്ലാതെ ആരെങ്കിലും ഉണ്ടായിരുന്നോ സാർ ആ കർഷക സമരത്തിന്? പറയുന്നത് തന്നെയാണ്. കർഷക സമരത്തിന് ഉണ്ടായിരുന്നില്ല. നിങ്ങളോട് 4000 കിലോമീറ്റർ നടന്നു കാണും രാഹുൽ ഗാന്ധിയുടെ കൂടെ, പക്ഷെ കർഷക സമരത്തിന് ഉണ്ടായിരുന്നില്ല. ഞാനെന്ന് കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇവിടുന്ന് പോയി, ഞങ്ങൾക്ക് അത്രയും വലിയ കേരളത്തിലെ നെൽകൃഷിക്കാരുടെ മറ്റുള്ള ഉത്തരേന്ത്യയിലെ ഗോതമ്പ് കൃഷിക്കാരുടെ കൂടി പ്രശ്നമില്ല. ഞങ്ങളെല്ലാം ഇവിടുന്ന് വാഹനം പിടിച്ച് വാഹനത്തിൽ ഇവിടുന്ന് പോയി ഞങ്ങൾ അവിടെ പോയി സമരത്തിൽ ഞങ്ങൾ ഉൾപ്പെടെ ആ സമരമില്ല. ആ സമരത്തിന് കോൺഗ്രസിന് എന്ത് പങ്കാളിത്തം ഉണ്ടായത്? കോൺഗ്രസ് ആ സമരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറെ സ്ഥലത്തൂടെ വന്നേനും. യുപിയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ ഈ മുന്നേറ്റം ഉണ്ടായതിന്റെ ഒരു കാര്യം അതാ. എന്തായാലും കർഷക സമരം ഉണ്ടായി, വിളച്ചിട്ട് ആ വിളവ് എടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു, നിങ്ങളുടെ മുന്നണി കഴിഞ്ഞു. കുറപ്പും പറഞ്ഞില്ല, പക്ഷെ ഉണ്ടായിരുന്നില്ല സാർ. ഇവിടെ ഈ ഒരു മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ മുന്നണിയൊന്നുമല്ല. കേരളത്തിൽ ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലല്ല. കോൺഗ്രസും ഞങ്ങളും തമ്മിലാണ് മത്സരം, UDFും ഞങ്ങളും തമ്മിലാണ് മത്സരം. അതിൻ്റെതായ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളെ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞങ്ങളൊരിടത്തും രാഹുൽ ഗാന്ധിയെ ഏതെങ്കിലും ഒരു കാര്യത്തിന് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും കൊള്ളത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ സംസ്ഥാനങ്ങളിലൊന്നും പറഞ്ഞില്ല. എന്താ കാണിച്ചത് സാർ? ഈ രാഹുൽ ഗാന്ധി ബംഗാളിൽ പോയോ? മമതാ ബാനർജി നിന്ന സ്ഥലത്ത് ഒരു വാക്ക് പറയാൻ പോയോ? മമതാ ബാനർജി ഇവിടെ വരുന്നുണ്ടല്ലോ, വയനാട്ടിൽ ക്യാമ്പയിൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയോ? എന്താ ഇവിടെ ചെയ്തത്? ഇവിടെ വന്ന് ഇവിടെ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ കർണാടകത്തിലെ ഒരു പത്രത്തിലോട്ട് വന്ന വാർത്തയാണ്. ആരോ ചോദിച്ചു, കർണാടകത്തിലെ മുഖ്യമന്ത്രി, തെലങ്കാനയിലെ മുഖ്യമന്ത്രി വന്നു. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കേസിനകത്ത് ഡൽഹി മുഖ്യമന്ത്രിയെ പോലെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ പോലെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്ത പിണറായി വിജയനെ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ CBI അറസ്റ്റ് ചെയ്യാത്ത എന്ന് ED അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചല്ലോ. തെലങ്കാനയിലെ മുഖ്യമന്ത്രിയോട് അവിടുത്തെ ആരോ ചോദിച്ചു, പത്രക്കാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു, കേരളത്തിലെ ആളുകൾ എഴുതി തന്നത് ഞാനങ്ങ് വായിച്ചെന്നേ ഉള്ളൂ. കാരണം അവിടെ കുറച്ചായാലും ഞങ്ങളുടെ ആളുകളുണ്ടല്ലോ, ഞങ്ങളുടെ ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ വോട്ട് ഇവിടെ വേണം, അവിടെ പോയിട്ട് എന്താ പ്രസംഗിച്ചേ? എഴുതി തന്നെ ഞാനങ്ങ് വായിച്ചതേ ഉള്ളൂ. ആരാ എഴുതി കൊടുത്തതെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ എഴുതി കൊടുത്താൽ വായിക്കേണ്ട ആളല്ലല്ലോ. ആര് പറഞ്ഞാലും കണ്ണൂരിലോ മറ്റു സ്ഥലത്തോ ഒന്ന് അങ്ങനെ പ്രസംഗിക്കാൻ കൊള്ളാവോ സാർ? ഞങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് അത് വിശ്വസിച്ചിരിക്കുന്നവരാ. അവിടെ ഇപ്പോൾ ബംഗാളിലായാലും ത്രിപുരയിലായാലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ സാർ ഇതിനകത്ത് ഈ കാര്യത്തിനകത്ത് സത്യസന്ധമല്ലാത്തൊരു നിലപാട് കേരളത്തിനകത്തും പുറത്തു കൊടുക്കുന്നുണ്ട്. ആ നിലപാട് നിങ്ങൾക്ക് കൊള്ളാമെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇന്നിപ്പോൾ പ്രസംഗത്തെ പറ്റി പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു, നല്ല പ്രസംഗം. ദേശാഭിമാനിക്കകത്തും അതിൻ്റെ റിപ്പോർട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് കേരളത്തിലെ പത്രക്കാരും കരുതിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത്രയും വലിയ വാർത്ത. അല്ലാതെ ഈ ക്രിക്കറ്റ്, വൺഡേ ക്രിക്കറ്റ് ജയിച്ചതുപോലെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിനെ പറ്റി ഇത്ര പറയേണ്ട കാര്യം എന്താ സാർ? വൺഡേ ക്രിക്കറ്റിൽ രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രസംഗമെന്ന്. സാധാരണഗതിയിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ അംഗീകരിക്കാത്ത ആളുകളല്ലല്ലോ. ഞങ്ങൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറസ്റ്റ് ചെയ്യണം ED എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയില്ലല്ലോ. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിന്റെ പേരിൽ 13-18 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ CPIM-ഉം ഇടതുപക്ഷം പറഞ്ഞെന്താ? EDയെ ദുരുപയോഗം ചെയ്യരുത്, ഇത് ശരിയല്ല എന്നാ. നിങ്ങളെന്താ പറഞ്ഞത് തിരിച്ച്? എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇടതുപക്ഷക്കാരെ അറസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അതാ. ആ വ്യത്യാസമുണ്ട്. ഇവിടെ പിന്നെ രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം വളരെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം എന്താണ് നടത്തിയെന്ന് എല്ലാ പത്രവും റിപ്പോർട്ട് ചെയ്തു. നല്ലത്, നേരത്തെ അത്ര പക്വതയോടുകൂടി പ്രസംഗിച്ചില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. ആയിക്കോട്ടെ, ഞാൻ അദ്ദേഹത്തെ പോലെ വലിയ നേതാവിനെ പറയുന്നില്ല. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ എന്തെങ്കിലും ഞാൻ ചെറിയൊരു വിമർശനം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അസ്വസ്ഥത? നിങ്ങൾക്ക് ആരെയും ഇടതുപക്ഷത്തെ എന്തും പറയാമല്ലേ? നിങ്ങൾ ഈ ഹൗസിൽ തന്നെ എന്തൊക്കെയാ പറയുന്നത്? എന്താ അത്രയ്ക്കങ്ങ് വിഷമിക്കുന്നത്? ഇതിനകത്തില്ലേ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ദേശാഭിമാനി പറയണോ ഇങ്ങനെ രാഹുൽ ഗാന്ധി? ദേശാഭിമാനിയാണ്, വാർത്തക്കകത്താണ്. ലോകസഭയിൽ രാഹുൽ ഗാന്ധി, മഹുവ മൊയ്ത്ര, രാജ, മനീഷ് തിവാരി തുടങ്ങിയവരും, രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ, സഞ്ജയ് സിംഗ്, മനോജ് ഝാ,
തിരുച്ചി ശിവ തുടങ്ങിയവരും സർക്കാരിനെ കടന്നാക്രമിച്ചു. ഇതിനകത്ത് കെ രാധാകൃഷ്ണൻ സംസാരിച്ചില്ല, ബ്രിട്ടാസ് സംസാരിച്ചു. അതല്ലല്ലോ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് KPCC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പോലും രാഹുൽ ഗാന്ധിയുടെ പേരിന്റെ കൂടെ എഴുതുന്ന ഇഷ്ടമല്ലേ? ഞങ്ങൾ മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ ഇതിനകത്ത് മനീഷ് തിവാരിയുടെ ഒക്കെ പേരല്ലേ എഴുതിയേക്കുന്നത്, ദേശാമാനി. പിന്നെ ദേശാമാനി ഏറ്റവും വലിയ ഹെഡിങ്ങിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി സാർ, ഇതിനകത്ത് വാർത്തയുണ്ട്, മറ്റു വാർത്തയുണ്ട്. ഇനിയായാലും ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു സമീപനമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാർ ദേശീയ തലത്തിൽ അവരെടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം, ഇന്ത്യ മുന്നണിയല്ല ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവർത്തനത്തിൽ. പക്ഷേ സാർ, ഈ പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പരിപാടി കാണിക്കരുത് സാർ. ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞു, മമതാ ബാനർജിയെ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ കോൺഗ്രസും ഇടതുപക്ഷവും സഹകരിച്ചാ മത്സരിച്ച സാർ. കോൺഗ്രസും ഇടതുപക്ഷവും സഹകരിച്ചാ മത്സരിച്ച്. ഞങ്ങൾക്ക് കോൺഗ്രസും ഇടതുപക്ഷവും സഹകരിച്ച് മത്സരിക്കുന്നിടത്ത് പോയിട്ട് എനിക്ക് ചിലപ്പോൾ അവിടെ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കോൺഗ്രസും ഇടതുപക്ഷവും സഹകരിച്ച് മത്സരിക്കുന്നിടത്ത് കേരളത്തിലെ CPM-ഉം കോൺഗ്രസും തമ്മിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് അങ്ങനെ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയിട്ട് ആ മുന്നണിക്ക് വേണ്ടി പറയാമല്ലോ. ഇവിടെ എന്താ ചെയ്തത്? അപ്പൊ ഈ ഒരു സമീപനം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവം വലിയ പരിചയമുണ്ട്. ഇപ്പൊ അദ്ദേഹം ഒരു ധാരാളം വർഷങ്ങളായി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട്. അപ്പൊ അദ്ദേഹത്തെ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ പറയാം. പിന്നെ ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കാണിക്കുക എന്ന് പറയുന്നത് സാധാരണ ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രയോഗമാണ്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കാണിക്കുക. പറയാനുള്ള കാര്യം പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു വൃത്തികെട്ട കാര്യം ഞാൻ പറഞ്ഞോ? ഞാൻ വസ്തുതാപരമായ കാര്യമല്ലേ പറഞ്ഞത്, മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളും പറയുന്നില്ല സാർ. ഇത് കേരളത്തിന്റെ ഏതായാലും നമുക്കൊരാശ്വാസമുണ്ട്. പഴയതുപോലെ അഹങ്കാരം കാണിക്കാൻ BJPക്ക് പറ്റില്ല, കാരണം പഴയ BJP അല്ല. പക്ഷെ ഒരു കാര്യം കരുതിയിരുന്നു, പവർ കുറയുമ്പോൾ, ഭൂരിപക്ഷം കുറയുമ്പോഴാണ് എല്ലാ ഏകാധിപതികളും അമിതമായ അഹങ്കാരികളായിട്ടുള്ളത്. BJP ഗവൺമെന്റ് ഇങ്ങനെയാണ് വന്നതെങ്കിലും ഇപ്പോ അവരെന്താ ചെയ്തത്? ഡൽഹി മുഖ്യമന്ത്രിയെ വീണ്ടും അടുത്ത കേസുണ്ടാക്കി അകത്തിടാൻ നോക്കുക. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി പുറത്തു വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സന്തോഷമുണ്ട്, കേരളത്തിൽ സഹകരണ മേഖലയിൽ 18 വർഷം മുമ്പ് ക്ലോസ് ചെയ്ത കേസ് ഉൾപ്പെടെ കരുവന്നൂർ സഹകരണ മേഖലയിലും മറ്റു മേഖലയിലും എന്ത് വൃത്തികേട്. ഞങ്ങൾ ഇത്തരം വൃത്തികേടുകളെ അംഗീകരിക്കുന്നവരല്ല, അത്തരം നിലപാടുകൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ CPM-ന്റെ അക്കൗണ്ട് അല്ലെങ്കിൽ വേറൊരു പാർട്ടി, ഇടതുപക്ഷ പാർട്ടിയുടെ കൂടെ പിടിച്ചാൽ വലിയ സന്തോഷം. ഹിറ്റ്ലർ ഭൂരിപക്ഷം ഇല്ലാത്തപ്പോഴാണ് ഏറ്റവും വലിയ ധിക്കാരം കാണിച്ചിട്ടുള്ളത്. ഹിറ്റ്ലർ ഭൂരിപക്ഷം ഇല്ലാത്തപ്പോഴാണ് ജർമ്മൻ പാർലമെന്റ് ഉൾപ്പെടെ കത്തിച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തതൊക്കെ അന്നത്തെ കാലത്ത് ഭൂരിപക്ഷം ഇല്ലാത്തപ്പോഴാണ്. ഭൂരിപക്ഷം കുറവുണ്ട്, 20 സീറ്റിന്റെ ഭൂരിപക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇപ്പോഴും എന്തും ചെയ്യാൻ തയ്യാറാവുന്ന. എന്നാൽ നമ്മൾ ഒരുമിച്ച് നല്ലതുപോലെ ഒന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ കുറച്ച് സ്ഥലത്തൂടെ സീറ്റ് കിട്ടിയാനെന്നാണ് പറഞ്ഞത്. രാജസ്ഥാനിലൊക്കെ ഇതിനേക്കാളും കിട്ടിയാനെ, മധ്യപ്രദേശിൽ ഒന്നുമില്ലല്ലോ, കുറച്ചുകൂടെ കിട്ടിയാനെ. അത് പറ്റിയില്ല. ഏതായാലും ഇപ്പോൾ ഉള്ളതിനകത്ത് അഹങ്കരിക്കരുത്. ഞങ്ങൾക്ക് നല്ല പരാജയം വന്നത്, കേരളത്തിൽ ഞങ്ങൾക്ക് നല്ല പരാജയം വന്നത്. ഞങ്ങൾ പറയുന്നല്ലോ, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് കാര്യം പറയും. ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയും പാർട്ടി പൊളിറ്റ് ബ്യൂറോ മെമ്പറും ആയിട്ടുള്ള പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ വന്ന കമ്മിറ്റി, ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് ഇവിടെ ഞങ്ങളുടെ എന്തൊക്കെയാണ് ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്, പോരായ്മയെന്ന് നോക്കും. അത് ഞങ്ങൾ തിരുത്തുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തിരുത്തലല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്നൊരു അഹങ്കാര ബോധമുണ്ടല്ലോ, അഹംഭാവം, അതത്ര നല്ലതല്ല. ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതത്ര നല്ലൊരു കാര്യമല്ല. അത് ആരായാലും തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിജയം ഉണ്ടായതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ കണ്ടു തന്നെ വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒരാളെ കുരുതി കൊടുത്ത് ഉണ്ടാക്കിയ ചില വിജയങ്ങളുടെ കാര്യമുണ്ടല്ലോ. വലിയ മെസ്സി ആയതുകൊണ്ടല്ല, മുരളീധരനെ ഇപ്പുറത്ത് കുരുതി കൊടുത്തുകൊണ്ടാ ബാക്കിയുള്ളവർ കുറച്ചു പേർക്ക് മെസ്സി ആവാൻ പറ്റിയത് ഉണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും പറയുന്നില്ല. നിങ്ങൾ ആ ഒരു സീറ്റെങ്കിലും ആ സീറ്റ് കൊടുക്കാം. ഒരു BJP ജയിക്കാൻ അവസരം ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നു കേരളത്തിൽ? ഒരു ഇടതുപക്ഷ CPയുടെ സുനിൽകുമാർ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മന്ത്രിയായിരുന്ന MLA ആയിരുന്നല്ലോ CPയുടെ സുനിൽകുമാറോ, അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരാൾ നിൽക്കുന്നത് പോലെയാണോ അവിടെ ഒരു ചെറിയൊരു വെഡ്ജ് ഉണ്ടാക്കി കൊടുത്തില്ലേ? അല്ല, മന്ത്രിമാരുടെ അല്ലല്ലോ. എന്തായാലും അവിടെ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് കാലം നിങ്ങളോട് ചോദിക്കും.
കാലം നിങ്ങളോട് ചോദിക്കും. അവിടെ കൊടുത്തിട്ട് ആ കാര്യം കൂടി ചെയ്തിട്ട് ഇതൊക്കെ വലിയ മിടുക്കാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. അതുകൊണ്ട് രാഷ്ട്രീയം നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഈ ബില്ലിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത്. സാർ, മറ്റു കാര്യങ്ങൾ ഇനിയും സഭയിൽ 1-2 ധനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങൾ അപ്പോൾ പറയാം, ഇവിടെ പറഞ്ഞാൽ. പക്ഷേ ഇതെന്തായാലും ഈ ഇവിടെ പറഞ്ഞ കാര്യങ്ങളോട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോഴും തുടർന്ന് ചർച്ച ചെയ്യുമ്പോഴും ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. ശ്രീ എ പി അനിൽകുമാർ, 2024 കേരള ധനകാര്യ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഭേദഗതി തള്ളിയിരിക്കുന്നു. CC മുകുന്ദൻ, 2024 കേരള ധനകാര്യ ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അങ്ങയുടെ 2B നമ്പർ പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി 2024 കേരള ധനകാര്യ ബിൽ മരാമത്തും ഗതാഗതവും വാർത്താവിനിമയവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ 5-ൻ്റെയും വിദ്യുച്ഛക്തിയും തൊഴിലും തൊഴിലാളിക്ഷേമവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 7-ൻ്റെയും ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 14-ൻ്റെയും സംയുക്ത പരിഗണനയ്ക്കായി സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 8-ന് അയക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്ട് കമ്മിറ്റി 8-ൻ്റെ പരിഗണനയ്ക്ക് അയക്കുന്നു.